നമസ്കാരം. അടിമപ്പണിയിൽ നിന്ന് തൊഴിലിടങ്ങളിലെ അവകാശ സംരക്ഷണത്തിനായി ചരിത്രപരമായി നൂറ്റാണ്ടുകൾ നീണ്ട സമരപ്രക്ഷോഭങ്ങൾ വേണ്ടിവന്നു. 24 മണിക്കൂർ ജോലി ചെയ്യിച്ചിരുന്ന തൊഴിലിടങ്ങളിൽ ജോലി സമയം ക്രമീകരിക്കുന്നതിലും ജോലി സുരക്ഷ ഉറപ്പാക്കുന്നതിലും മാന്യമായ വേതനം ലഭിക്കുന്നതിനുമൊക്കെ ലോകമെമ്പാടും വലിയ തൊഴിലാളി മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ സുരക്ഷയായിരുന്നു ലോകമെമ്പാടും തൊഴിലെടുക്കുന്നവരുടെ ആശയും ആശ്രയവും. നാട്ടിലുള്ളതെല്ലാം കളഞ്ഞ് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുടെ ഉത്കണ്ഠ തൊഴിൽ സുരക്ഷയെക്കുറിച്ചാണിന്ന്. ഓരോ പ്രവാസിയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിസ സംഘടിപ്പിക്കുന്നത്. വിസ സംഘടിപ്പിക്കുന്നതിനായി വീട് മുതൽ കെട്ടുതാലി വരെ പണയം വെക്കാറുണ്ട് പല പ്രവാസികളും. വിസ ചട്ടങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഏർപ്പെടുന്ന കരുണയില്ലാ നയങ്ങൾ പ്രവാസികളെ വല്ലാതെ വലയ്ക്കുന്നുണ്ടെന്ന് പറയാം. അവർക്ക് ഏത് നിമിഷവും പെട്ടിയെടുത്ത് പോരേണ്ട അവസ്ഥയാണെന്നുള്ളത്. വിസ കാലാവധി കഴിഞ്ഞും വിസ ഇല്ലാതായും നാട്ടിൽ തിരിച്ചെത്തുന്നവരെ സഹായിക്കുമെന്നും പുനരധിവസിപ്പിക്കുമെന്നുമുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നിരവധി ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒന്നും പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഫലപ്രാപ്തി എത്തുന്നില്ല എന്നതാണ് വസ്തുത. വിസ നഷ്ടപ്പെട്ട് വെറും കൈയോടെ മടങ്ങി വരേണ്ടി വരുന്ന പ്രവാസികൾക്ക് പ്രത്യേകമായ പുനരധിവാസ പദ്ധതികൾ ഉണ്ടാകണം. ഓരോ പ്രവാസിയും വിസ നേടുന്നതിന് പിന്നിൽ വലിയ പ്രയത്നമുണ്ട്. പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലെ വിസ നിയമങ്ങൾ പ്രവാസികളെ ഒന്നുമില്ലാത്തവരാക്കാറുണ്ട്. ദുബായിൽ നിന്ന് വരുന്നൊരു വാർത്ത പ്രവാസികൾക്ക് അത്ര സുഖമുള്ളതല്ല. തൊഴിലുടമ മരിച്ചാൽ വ്യക്തിഗത വിസയിലുള്ള തൊഴിൽ കരാറുകൾ റദ്ദാക്കുമെന്നാണ് മാനവ വിഭവ സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത വിധം പരിക്കേറ്റതായി ഔദ്യോഗിക ആരോഗ്യ കേന്ദ്രങ്ങൾ സാക്ഷ്യപ്പെടുത്തിയാലും തൊഴിൽ കരാർ റദ്ദാകും. കാലാവധി രേഖപ്പെടുത്താതെ തയ്യാറാക്കിയ തൊഴിൽ കരാറുകൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അപേക്ഷ പ്രകാരം റദ്ദാക്കാമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. തൊഴിലാളികൾക്കെതിരെ കോടതി അന്തിമവിധി പുറപ്പെടുവിക്കുകയും 3 മാസത്തിൽ കുറയാത്ത തടവ് വിധിക്കുകയും ചെയ്യുക, ജോലി ചെയ്യുന്ന കമ്പനി അടച്ചുപൂട്ടുക എന്നീ സാഹചര്യത്തിലും തൊഴിൽ കരാർ അസാധുവാകുമെന്നാണ് വിവരം. സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട സ്ഥാപനം പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടാൽ നിലവിലെ തൊഴിലാളികളുടെ എല്ലാം കരാർ റദ്ദാകും. കമ്പനിക്ക് പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിലും തൊഴിലുടമ കാരണമില്ലാതെ തൊഴിലാളി ലേബർ കാർഡ് പുതുക്കാൻ മടിച്ചാലും കരാർ റദ്ദാകാം. സ്പോൺസർ അറിയാതെ തൊഴിലാളി മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്താലും വിസ റദ്ദാക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുണ്ട്. വിസമാറ്റ നടപടികൾ പൂർത്തിയാകാതെ മറ്റിടങ്ങളിൽ ജോലി ചെയ്താൽ തൊഴിലുടമയ്ക്ക് നിലവിലുള്ള കരാർ റദ്ദാക്കി പിരിച്ചുവിടാനും മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. ജോലി ചെയ്യുന്ന കമ്പനിയുടെ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവരെയും പിരിച്ചുവിടാം. ആശയപരമായോ നിർമ്മാണപരമായോ ആയ കമ്പനി രഹസ്യങ്ങൾ പുറത്തുവിടാൻ പാടില്ലെന്നതാണ് തൊഴിൽ നിയമം. വ്യാജ തൊഴിൽ രേഖകൾ നൽകിയാലും വേഷം മാറി ജോലി തരപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞാലും മുന്നറിയിപ്പ് കൂടാതെ തൊഴിൽ കരാർ റദ്ദാക്കാം. തൊഴിലുടമയ്ക്ക് നഷ്ടം വരുത്തിയാലും മനഃപൂർവ്വവും തൊഴിൽ മുതൽ നശിപ്പിച്ചാലും തൊഴിലിന്റെയും തൊഴിലിടത്തിന്റെയും സുരക്ഷയ്ക്കായി സ്ഥാപനം സ്വീകരിച്ച ആഭ്യന്തര മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സാഹചര്യത്തിലും പിരിച്ചുവിടാം. ജോലി സമയത്ത് ലഹരി ഉപയോഗിക്കുകയോ തൊഴിലിടങ്ങളിൽ സദാചാര വിരുദ്ധമായി പെരുമാറുകയോ ചെയ്താലും തൊഴിൽ കരാർ റദ്ദാക്കാം. തൊഴിലുടമ, മാനേജർ, ഏതെങ്കിലും വകുപ്പ് തലവന്മാർ, സഹപ്രവർത്തകർ എന്നിവരെ കയ്യേറ്റം ചെയ്താലും വിസ റദ്ദാക്കാം. വർഷത്തിൽ 20 ദിവസത്തിൽ കൂടുതൽ പലപ്പോഴായി ജോലിയിൽ നിന്ന് വിട്ടുനിന്നാൽ തൊഴിൽ കരാർ റദ്ദാക്കാനാകും. ഒരാഴ്ച തുടർച്ചയായി ജോലിയിൽ നിന്ന് മുങ്ങുന്നവരെയും പിരിച്ചുവിടാം. തൊഴിൽ പദവികൾ ദുരുപയോഗം ചെയ്താലും തൊഴിലുടമയ്ക്ക് കരാർ റദ്ദാക്കാനാകുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.